നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു. ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പഴന്തോട്ടത്ത് പുന്നോർക്കോട് പുത്തങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ മാർച്ച് 27 മുതൽ മാർച്ച് 31 വരെ മീനഭരണി മഹോത്സവം നടക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അനുഷ്ഠാന കലകളെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു ക്ഷേത്രമാണ് പുന്നോർക്കോട് പുത്തങ്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെ കളമെഴുത്തും പാട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. പുന്നോർക്കോട് പുത്തങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ഷാജിയേട്ടനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ഷാജിയേട്ടാ, അപ്പോൾ മാർച്ച് 27 ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് മീനഭരണി മഹോത്സവം. 31 വരെയാണ്. എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? പ്രത്യേകതകൾ നമ്മുടെ ഈ ദേശത്തെ ഏറ്റവും വലിയ ഉത്സവമാണ്. കാരണം 5 ദിവസത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊണ്ടാടുന്നു. ഈ 3 ആനയുടെ പൂരം ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. മേജർ സെറ്റ് പഞ്ചവാദ്യവും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊണ്ടുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ പ്രാവശ്യം സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാദേശികമായിട്ട് ഒത്തിരി പരിപാടികൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ നമുക്കത് അറിയാം, ഒരു 11 എല്ലാ ദിവസങ്ങളിലും ഒരു 11, ഞങ്ങൾ സാധാരണ രീതിയിൽ നമ്മളൊരു 11 മണിയാകുമ്പോഴത്തേനും പരിപാടികളൊക്കെ നിർത്തണമാണ്. ഇപ്പോൾ 11:30 വരെ നമുക്ക് പ്രാദേശിക പരിപാടികൾ നമുക്ക് ക്ഷേത്രത്തിൽ ഈ പരിപാടി നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും നമ്മൾ അനുവാദം കൊടുത്ത് നമ്മുടെ പരിപാടികളൊക്കെ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കുമപ്പറ എന്ന് പറയുന്ന ഒരു പറ ആദ്യമായിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ദീർഘ മാംഗല്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പറയാണ് നടത്തിയിരിക്കുന്നത്. അത് ഇന്നോട്ട് അതിൻ്റെ ഒരു ആരംഭം കുറിച്ചിട്ടുണ്ട്. ജനങ്ങളിലേക്ക് അതിൻ്റെ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ജനങ്ങൾ ഇപ്പോഴത് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നാളെ തൊട്ടൊക്കെ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പറയും കാര്യങ്ങളൂടെ നടക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള നല്ലൊരു വിശ്വാസവും കാര്യങ്ങളും നമുക്കുണ്ട്. ആന ഉത്സവം വരുന്നത് കാരണം അന്ന് രാവിലെ ശിവേലി, ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ പഴയതുപോലെയല്ല ഈ നമ്മുടെ ചൂട് കൂടുതലുള്ള സമയമായതുകൊണ്ട് പണ്ടൊക്കെ ഇവിടെ 3 മണിക്ക് പകൽപൂരം നടത്തിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ 5 മണി എന്നുള്ളൊരു സമയത്തിലേക്കായി. പകൽപൂരം അതിനുശേഷം വൈകിട്ട് 9 മണിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദേവി പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ പഴന്തോട്ടം ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് താലപ്പൊലിയായിട്ട് ഇവിടെ വരുന്നു. അങ്ങനെ ആന ഉത്സവമാണ് നമുക്ക് ഏറ്റവും ചിലവേറിയത് അടുത്ത ഞായറാഴ്ചയാണ്. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്, മുടിയേറ്റ്. എങ്ങനെയാണ് പുള്ളിയുടെ അടുത്തേക്ക് എത്തിയത്? ഈ കളമെഴുത്തും പാട്ടും മുടിയേറ്റ് നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് കാലം അത് ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ പൂർവ്വികരൊക്കെ ആയിട്ടൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് തുടർന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് മുടിയേറ്റും ഇവിടെ ലോക്കൽ ക്ഷേത്രങ്ങളിൽ ഈ മുടിയേറ്റ് അല്ലെങ്കിൽ കളമെഴുത്തും പാട്ട് ഇല്ല. നമ്മുടെ ഇവിടെയാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. നമ്മുടെ ഇവിടെ ഈ സംഭവമുള്ളത്. കാരണം അത് ഇപ്പോൾ നമ്മുടെ കളമെഴുത്തും പാട്ട് തുടങ്ങും. ഇതിപ്പോൾ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ പരിപാടികളും കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, കടയും കാര്യങ്ങളും വെളിച്ചം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ നല്ലൊരു ഉത്സവത്തിന് പറഞ്ഞു. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഞാൻ എന്തായാലും ഇതൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് കീഴിലും ഉണ്ണികൃഷ്ണൻ മാരാറാണ്. അതായത് ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകൾ, അതുപോലെ തന്നെ നാഷണൽ ഫെല്ലോഷിപ്പ്, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാം ചെയ്തേക്കണം. മുടിയേറ്റ് എന്ന് പറയുന്ന ഒരു കലയിൽ ഇതുപോലെ മേക്കപ്പ് ചെയ്ത് ഇതുപോലൊരു അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വ്യത്യസ്തമായിട്ടുള്ളൊരു കലാരൂപമാണ്. സാധാരണ ഒരു കലാരൂപത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്ന ഒരു കലാരൂപമാണ്. എങ്ങനെയാണ് സാർ ഈ വേദിയിലേക്ക് വന്നത്? ശരിക്കും പറഞ്ഞാൽ അനുഷ്ഠാന കല ഒരു പാരമ്പര്യ കലയും കൂടിയാണ്. പാരമ്പര്യ കലയാകുമ്പോൾ അച്ഛൻ മുത്തശ്ശൻ മുതൽ പോകുന്ന കലാരൂപമാണ്. അതാണ് പാരമ്പര്യ കല എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയതും പാരമ്പര്യമായിട്ടാണ്. അപ്പൊ അച്ഛനിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചതും. ചെറുപ്പം മുതലേ കണ്ടതാണ്. അച്ഛൻ്റെ പേര് ശങ്കരൻകുട്ടി മാരാർന്നാണ്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 34 വർഷം ആയി. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ കാളി വേഷം കെട്ടുന്നത്. അച്ഛനോടൊപ്പം ഒരുപാട് ധാര്യം കിട്ടിയിട്ടുണ്ട്. അത് അനുഭവമാണ്. പിന്നെ ഈ മുടിയേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ വേഷത്തോട് ഭയങ്കര ഒരു ക്രൈസ് ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വേഷത്തിലേക്ക് വന്നു. അങ്ങനെ പല കാര്യങ്ങളും പിന്നെ ക്ഷേത്ര കലകളായ പഞ്ചവാദ്യം, മേളം, തായമ്പ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതിലുപരി എനിക്ക് മുടിയേറ്റാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള
ഒരു വിഷയം. അതുകൊണ്ട് കൂടുതൽ അതിനകത്തേക്ക് വന്നു. അങ്ങനെയാണ് ഇതിനകത്തേക്ക് എൻ്റെ വരവ്. ജനിച്ചപ്പോൾ മുതൽ കണ്ട് കിടക്കുന്ന സംഭവം. മുടിയേറ്റിൽ നമ്മൾ ഈ വേഷമൊക്കെ കെട്ടിയാണല്ലോ വന്നത്. അതെ. എത്ര മണിക്കൂർ എടുക്കും ഇതിന്റെ ഒരു മേക്കപ്പിന്? മേക്കപ്പിന് കൂടി ഒരു 1.5 മണിക്കൂർ സമയം മതി. പക്ഷെ മുന്നൊരുക്കങ്ങൾ കൂടുതൽ വേണം. വൈകുന്നേരം ഒരു മാല, ചെത്തിപ്പൂവിൻ്റെയും കുരുത്തോല അങ്ങനെയുള്ള മാറ്റിൻ്റെ പണികൾ, അലയ്ക്കുമുണ്ട്, അങ്ങനെ ഉടുത്തിട്ടിന് വേണ്ട സാമഗ്രികൾ ഒരുക്കുന്നതിനുള്ള പണികൾ നമ്മളൊരു 4 മണി അമ്പലത്തിൽ വന്നാൽ നേരം തുടങ്ങും നമ്മൾ. അങ്ങനെയാണ് പണികൾ. മേക്കപ്പ് ചുട്ടി കുത്താൻ ഒരു 1.5 മണിക്കൂർ സമയം. 1.5 മണിക്കൂർ. ഈ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ മുടിയേറ്റ് ആരംഭിക്കുകയാണ്. എത്ര സമയം വരെയൊക്കെ പോകും? എൻ്റെ സാധാരണ സമയം 5 മണിക്കൂർ 5.5 മണിക്കൂറാണ് ദൈർഘ്യം. ഞാൻ ചെയ്യുന്നത് 12 മണിക്കൊക്കെ തുടങ്ങിയ 12 മണിക്കൂർ 5 മണിയാവും തീരുമ്പോൾ. അതാണ് അതിൻ്റെ ഒരു സമയം വരുന്നത്. ഞാൻ ചെയ്യുന്ന ഏതാണ്ട് അത് സമയമാണ് വരുന്നത്. എത്ര വർഷമായി മൊത്തത്തിൽ? ഞാൻ മൊത്തത്തിൽ 43 വർഷമായി മുടിയേറ്റിൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെ? വിദേശ രാജ്യങ്ങളിൽ ലണ്ടൻ, ഇറ്റലി, അമേരിക്ക, സിംഗപ്പൂര്, കൊറിയ മാത്രമേ എനിക്കറിയില്ലായിരുന്നു. കൊറിയ ഞാൻ അവിടെ ആർട്സ് യൂണിവേഴ്സിറ്റിയിലാണ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയത്. സിനിമാ മേഖലയിലേക്ക് ഏതൊക്കെ ചെയ്തിട്ടുണ്ട്? സിനിമാ മേഖലയിൽ ആദ്യം ചെയ്തത് ദൃഷ്ടാന്തം എന്ന് പറയുന്ന MB സുകുമാരനായിട്ട് ഒരു പടമാണ്. മുരളി നായകനായിട്ട്. അതിനകത്ത് തീയാട്ടിനെ പ്രമേയമാക്കിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീയാട്ടിൽ ദാരികന്മാരെ ഉൾപ്പെടുത്തി ചെയ്താൽ അതിനുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ത്, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി അതിനകത്ത് എക്സ്ട്രാ കഥാപാത്രങ്ങളെ കുറിച്ച് ചെയ്താൽ അതിനുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ അനുഷ്ഠാന കല അതുപോലെ ഒരു മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നാണ് അതേക്കുറിച്ച് കൊണ്ടുവരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു മുടിയേറ്റുന്നത്. അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അവസാന ഭാഗത്ത്. ഈ സിനിമ ചെയ്യുന്നത് ഇതാണ്, ഈ ദൃഷ്ടാന്തമാണ്. മോഹൻലാലിൻ്റെ തുടരും എന്നൊരു സിനിമയിൽ അത് ഇന്നലെ എൻ്റെ ഇത് വന്നു, ട്രെയിലർ ഇറങ്ങി. അപ്പോൾ അതിനകത്തൊരു ചെറിയ വേഷമുണ്ട്. അങ്ങനെ എന്തായാലും എമ്പുരാൻ വളരെ ഹിറ്റായിട്ട് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലെ 6 മണിക്ക് തുടങ്ങി. അതിന്റെ ലാലേട്ടന്റെ തന്നെ തുടരും എന്നൊരു സിനിമയിലും തീർച്ചയായിട്ടും അതെനിക്ക് പുതിയ മുടിയേറ്റിന്റെ ഒരു ഭാഗമായത് കാരണമാണ് നമ്മൾ അതിനകത്ത് ചെയ്തത്. മുടിയേറ്റാണ് ഞാനൊരു ബേസ് ഉദ്ദേശിക്കുന്നത്. അത് അതിനകത്താണ് എനിക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെയാണ് അതിനകത്ത് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 4 സ്റ്റേറ്റ് അവാർഡ്, 2 സംഗീത അക്കാദമിയുടെയും 2 പോപ്പുലർ അക്കാദമിയുടെയും, 2 നാഷണൽ ഫെലോഷിപ്പ്. ഒന്ന് ICCRന്റെ ജൂനിയർ ഫെലോഷിപ്പും 2002, സീനിയർ ഫെലോഷിപ്പ് 2020. ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെടാൻ പറ്റിയത്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ മുടിയേറ്റിന്റെ ഒരുപാട് വീഡിയോസും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കാരണം ആ ഫേസ് വരാൻ നേരത്ത് വേറെ പറഞ്ഞാൽ ഞാനൊന്നുമല്ല, ഞാൻ ഈ കലാരൂപത്തിൽ ഒന്നുമല്ല. കാരണം കീഴിലെ ഉണ്ണികൃഷ്ണൻ അല്ലല്ല, കീഴിലെ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി മുടിയേറ്റ് എന്ന കലാരൂപം എൻ്റെ കയ്യിൽ എന്നെ ആരും അറിയില്ല. അപ്പൊ മുടിയേറ്റ് എന്ന കലാരൂപമാണ് ഏറ്റവും വലുത്. ആ കലാരൂപത്തെ കലാരൂപത്തിലെ ആ വ്യക്തിയെ കാണാനാണ് ഞാൻ ആ കലാരൂപത്തെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അറിഞ്ഞത്. ഞാൻ എന്ന വ്യക്തിത്വത്തിന് ഒന്നും ഒരു പ്രാധാന്യമില്ല. മുടിയേറ്റെന്നുള്ള ആ കല അത് ഭയങ്കര ശ്രേഷ്ഠമായ കലയാണ്. അതിന്റെ ഭാവങ്ങളും അതിന്റെ ആ ഒരു ചുവടുവെപ്പും ആ ഒരു നോട്ടവും അതൊരു കലയല്ലേ? അല്ല, കലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതില്ലെങ്കിൽ ഞാനില്ല. അതുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം. അല്ലല്ല, ഞാനിപ്പോ 1650 കാളിവേഷങ്ങൾ കെട്ടിക്കഴിഞ്ഞു. അപ്പം അതും എനിക്കൊരു ഭാഗ്യമാണ്. ഒരു ക്ഷേത്രത്തിൽ തന്നെ മുടങ്ങാണ്ട് 33 വർഷം തന്നെ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഒരു ക്ഷേത്രത്തിൻ്റെ 500 കാളിവേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഏറ്റുമാനൂരിൻ്റെ അടുത്ത് കുറുമള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഒരു 500 കാളിവേഷങ്ങൾ ഇത്രയും വർഷത്തോടൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭഗവതിയുടെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മുടങ്ങാണ്ട് 33 വർഷം ചെയ്യാൻ പറ്റുന്നതും അതും ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ദൈവാധീനമാണ്. കാരണന്മാരെയും ഭഗവതിയുടെ അനുഗ്രഹം എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. എന്താണ്, ഞാനിത് കണ്ടിട്ടാണെന്ന് പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും സന്തോഷം. നിങ്ങളെപ്പോലെയുള്ളവരുടെ പ്രോത്സാഹനവും അനുഗ്രഹവും പ്രാർത്ഥനയാണ് ഞങ്ങൾ എന്തെങ്കിലും ആവണമെങ്കിൽ ആവണത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഇതൊക്കെ എന്നും ഈ കലാരൂപത്തോടും വ്യക്തിപരമായിട്ടുള്ളവർ ഞങ്ങളോട് പ്രേക്ഷകരോട് പറയാം. തീർച്ചയായിട്ടും. അല്ല, പ്രേക്ഷകരോട് പറയുന്നത് മുടിയേറ്റെന്ന് പറയുന്ന കലാരൂപം ഒരു അനുഷ്ഠാനം മാത്രമല്ല, ഭക്തി മാത്രമായിട്ടല്ല കാണേണ്ടത്. ഭക്തി നമ്മൾക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇതൊരു നാടോടി നാടകവും കൂടിയാണ്. നമ്മുടെ മലയാള സങ്കല്പത്തിൽ ആദ്യത്തെ ഒരു നാടോടി നാടക ശാഖയിൽപ്പെടുന്നതാണ്. ഡ്രാമ പഠിക്കാനുള്ളവർക്ക് ഒരുപാട് ഈ മുടിയേറ്റിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2010 യുനെസ്കോ മുടിയേറ്റിനെ അംഗീകരിച്ചത്. നമ്മുടെ കേരളത്തിലെ ഫോക്ക് കലകളിൽ ഒരു കലാരൂപം യുനെസ്കോ അംഗീകരിച്ചുള്ളൂ, അത് മുടിയേറ്റാണ്. എന്നാൽ കേരളത്തിൽ 2 കലാരൂപങ്ങളാണ് ആകെ യുനെസ്കോ അംഗീകരിച്ചത്. ഒന്ന് കൂടിയാട്ടം, അത് ക്ലാസിക്കൽ കലയിൽ വരും. ഫോക്ക് കലയിൽ മുടിയേറ്റ് മാത്രമേ ഉള്ളൂ. അത് സംരക്ഷിക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ കാരണം ഇതിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവമായിട്ട് മാറുന്ന ഒരു സങ്കല്പമാണിത്. അമ്മദൈവ ആരാധനയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ആരാധിക്കുന്ന പ്രകൃതി, അല്ലെങ്കിൽ എല്ലാം അമ്മയാണ്. ആ അമ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്.
അപ്പോൾ ആ അമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ഒപ്പം എല്ലാവർക്കും കൂടെ ഉണ്ടാവട്ടെ എന്ന് എന്താണെങ്കിലും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് വളരെ സന്തോഷം. സന്തോഷം. ഓക്കെ, തീർച്ചയായിട്ടും അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. തൽക്കാലം ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം ഇബ്രു.